നടിയെ ആക്രമിച്ച കേസിൽ പ്രതികരണവുമായി ആസിഫ് അലി രംഗത്ത്. കോടതി വിധിയെ മാനിക്കുന്നുവെന്നും അതിജീവിതയ്ക്ക് നീതി ലഭിക്കണമെന്ന നിലപാടാണ് തന്റേതെന്നുമായിരുന്നു ആസിഫ് അലി പറഞ്ഞത്. പ്രത്യേകമായി ആരെങ്കിലും ശിക്ഷിക്കപ്പെടണമെന്ന അഭിപ്രായമില്ല. കോടതി വിധിയിൽ അഭിപ്രായം പറയുന്നത് കോടതി നിന്നെയാകും. ഞാൻ എപ്പോഴും അതിജീവിതയ്ക്കൊപ്പമെന്ന് ആസിഫ് അലി കൂട്ടിച്ചേർത്തു. അല്ല, വിധി എന്താണെങ്കിലും കോടതി വിധിയാണ്. കോടതി വിധിയെ പറ്റി അഭിപ്രായം പറയുന്നതും അല്ലെങ്കിൽ എൻ്റെ അഭിപ്രായം പറയുന്നതിനോടും എത്രത്തോളം എന്താ പറയുക, എത്ര പ്രസക്തി ഉണ്ടെന്ന് എനിക്കറിയില്ല. എങ്കിലും കോടതി വിധി സ്വീകരിക്കുക എന്നുള്ളതാണ്. പറഞ്ഞാൽ ഈ അവസരത്തിൽ എനിക്കത് അറിയില്ല എന്ത് പറയണം എന്നുള്ളത്. പക്ഷേ കോടതി വിധിയെ തീർച്ചയായിട്ടും മാനിക്കുന്നു. അതിനെപ്പറ്റി അഭിപ്രായം പറയുന്നത് കോടതി നിന്നയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കോടതിക്ക് ശിക്ഷിക്കപ്പെടണം എന്ന് കോടതി മനസ്സിലാക്കിയവരെല്ലാവരും ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ഒരു കാലത്ത് ശക്തമായ നിലപാടെടുത്തതാണ്, അതിജീവിതയ്ക്കൊപ്പം ഉറച്ചു നിന്നതാണ്. അപ്പോൾ ആ ഒരു പിന്തുണ ഇപ്പോഴും പിന്നെ ഏത് സമയത്തും അതിജീവിതയുടെ ഒപ്പം തന്നെയാണ്. തീർച്ചയായും പിന്തുണയുണ്ട്. ഇപ്പം ശിക്ഷയെക്കുറിച്ചോ അല്ലെങ്കിൽ വിധിയെക്കുറിച്ചോ ഒന്നും അഭിപ്രായം പറയാനുള്ള ആളല്ല ഞാൻ. തീർച്ചയായിട്ടും ഇല്ല, സംസാരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഞാനും യാത്രയിലായിരുന്നു, നേരെ തൊടുപുഴയിലേക്ക് വരുമായിരുന്നു. ഇല്ല, ആരും പ്രതികരിച്ചിട്ടില്ല. അപ്പോൾ തീർച്ചയായിട്ടും അവരുടെ പ്രതികരണം നേരിട്ട് തന്നെ അറിയിക്കുന്നതായിരിക്കും. ഞാൻ എന്നിലൂടെ പറയുന്നതിനേക്കാൾ നല്ലത് അതായിരിക്കും. എല്ലാവരും വളരെ കരുതലോടെ പ്രതികരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വിഷയം കൂടിയാണ്. നമുക്കറിയാം, വ്യാഖ്യാനിക്കപ്പെടാൻ ഒരുപാട് സാധ്യതകളുള്ള ഒരു ടോപ്പിക്കുമാണ്, ഒരു കേസുമാണ്. അതുകൊണ്ട് നമ്മൾ പറയുന്നത് വളരെ മനസ്സിലാക്കി കൃത്യതയോടെ തന്നെ പറയണം. അപ്പോൾ പല സമയത്തും പല അഭിപ്രായങ്ങൾ പറഞ്ഞത് വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുണ്ട്. അത് പല രീതിയിലും ഓൺലൈൻ സോഷ്യൽ മീഡിയ അറ്റാക്കുകളിലേക്കൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ അതിനോടൊന്നും താല്പര്യമില്ല. അപ്പോൾ എന്താണോ പറയാനുള്ളത് എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കി കൃത്യമായ ക്ലാരിറ്റിയോട് കൂടി പറയുക എന്നുള്ളതാണ്. സർക്കാർ പോകുന്നുണ്ട്. അപ്പോൾ അതിനർത്ഥം പൂർണ്ണമായ നീതി ലഭ്യമായിട്ടില്ല എന്നൊരു റീഡിംഗ് ആ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നത് കൊണ്ടായിരിക്കില്ല സർക്കാർ ഇപ്പോൾ ഹയർ അപ്പീൽ പോകാൻ തീരുമാനിക്കുന്നത്. ആയിരിക്കും. സിനിമയിലേക്കുള്ള തിരിച്ചുവരവിനുള്ള ഒരുക്കങ്ങൾ നടക്കുകയാണ്. ഇപ്പോൾ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലേക്ക് തിരിച്ചെടുക്കാനുള്ള അമ്മയിലേക്ക് സൂചനകൾ വരുന്നു. എങ്ങനെയാണ് അതിനെ കാണുന്നത് തിരിച്ചുവരവ്? ആരോപിതനായ സമയത്ത് അദ്ദേഹത്തിന് പുറത്താക്കിയിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലൊരു കോടതി വിധി വരുമ്പോൾ അതിനെ വേണ്ട രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യുക എന്നുള്ളതല്ലേ എല്ലാ സംഘടനകളും ചെയ്യേണ്ടത്. അപ്പോൾ ഏകപക്ഷമായ ഒരു തീരുമാനം ആർക്കെതിരെയും എടുത്തിട്ടില്ല. ആസിഫ്, നിങ്ങൾ എടുത്ത ഒരു നിലപാടുണ്ട് ഈ പ്രശ്നങ്ങൾ ഉണ്ടായ ഘട്ടത്തിൽ. മമ്മൂട്ടിയുടെ വീട്ടിൽ വെച്ച് നടന്ന ഒരു ഞാൻ അന്ന് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും എടുത്ത ഒരു നിലപാട്, ആ നിലപാടിൽ തന്നെയാണ് ഉറച്ചു നിൽക്കുന്നത്. അന്ന് എടുത്തത് തീരുമാനങ്ങളെല്ലാം ശരിയായിരുന്നു എന്ന് തന്നെ ഉറച്ചു നിൽക്കുക എന്ന് പറഞ്ഞാൽ അതിജീവിതയ്ക്ക് നീതി ലഭിക്കണം എന്നുള്ളതാണ്. ആര് ശിക്ഷിക്കപ്പെടണം എന്നുള്ളതിലല്ല. എൻ്റെ സഹപ്രവർത്തകയാണ്, എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്. അപ്പോൾ അവർക്ക് അങ്ങനെ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനിപ്പോൾ എന്ത് പകരം കൊടുത്താലും മതിയാവില്ല. എങ്കിലും അതിന് കൃത്യമായ ഒരു നീതി ലഭിക്കണം എന്ന് മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നു. അതിനൊരു അഭിപ്രായം ഞാൻ പറഞ്ഞാൽ കോടതി നിന്നയായി പോകും. കാര്യം കോടതി വിധിച്ചതിനെ പറ്റിയിട്ട് ഞാനൊരു കമൻറ്റ് പറയുന്നത് ശരിയല്ല. അത് കോടതിക്ക് ശരിയെന്ന് തോന്നിയതാണ് കോടതി വിധിച്ചിരിക്കുന്നത്. അതിന് ഹയർ അപ്പീൽസിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ വഴി അറിയാം. അധികാര കേന്ദ്രങ്ങളിലേക്കുള്ള ദിലീപിന്റെ തിരിച്ചുവരവിനെ എങ്ങനെയാണ് കാണുന്നത്? അതിനെ പറ്റിയൊന്നും അഭിപ്രായം പറയാനുള്ള ആളല്ല ഞാൻ. എൻ്റെ സുഹൃത്തുക്കൾ ഇവിടെ ഇലക്ഷന് നിൽക്കുന്നുണ്ട്. മാക്സിമം യുവതലമുറ ഇലക്ഷന് വരണം, ഇലക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം, വോട്ടുകൾ ചെയ്യണം. പിന്നെ പ്രത്യേകത ഇതിൻ്റെ ഒരു പ്രത്യേകത, ഇതൊരു ഹരിത ബൂത്തായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നമുക്ക് എപ്പോഴും അറിയാം ഇലക്ഷൻ സമയത്ത് ഉണ്ടാകുന്ന വേസ്റ്റേജിനെ പറ്റിയിട്ടും ഫ്ലെക്സ് ബോർഡുകളെ പറ്റിയിട്ടും ഇലക്ഷൻ്റെ ആവേശം കഴിയുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ പറ്റിയിട്ടും ഒക്കെ അറിയാം. അപ്പോൾ അതിനൊക്കെ ഒരു മാതൃകാപരമായ ഒരു തീരുമാനം എടുത്ത് ഞങ്ങളുടെ ഈ ബൂത്ത് ഈ പ്രാവശ്യം ഹരിത ബൂത്താക്കിയിരിക്കുകയാണ്. അപ്പോൾ അതിനെപ്പറ്റി സംസാരിക്കും. നടിയെ ആക്രമിച്ച കേസിൽ വിചാരണ കോടതി വെറുതെ വിട്ടതിന് പിന്നാലെ നിയമ നടപടിക്ക് ഒരുങ്ങുകയാണ് 8ാം പ്രതി ദിലീപ്. തനിക്കെതിരായ ഗൂഢാലോചനയെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെടുമെന്ന് ദിലീപ് പറഞ്ഞു. ദേശീയ മാധ്യമമായ ദി ഹിന്ദുവിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു ദിലീപിന്റെ പ്രതികരണം. പ്രത്യേക അന്വേഷണ സംഘം മുഖ്യമന്ത്രിയെ ഉൾപ്പെടെ തെറ്റിദ്ധരിപ്പിച്ചെന്ന നിലപാടാണ് ദിലീപിന്. തെറ്റായ കേസിൽ ഗൂഢാലോചന നടത്തി തന്റെ ജീവിതവും കരിയറും നശിപ്പിച്ചവർക്കെതിരെ നിയമ നടപടിക്ക് ഒരുങ്ങുമെന്ന് ദിലീപ് പറഞ്ഞു. ഉദ്യോഗസ്ഥർ അവരുടെ നേട്ടത്തിനായി എന്നെ ബലിയാടാക്കി. വിധിപ്പകർപ്പ് ലഭിച്ച ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് ദിലീപ് കൂട്ടിച്ചേർത്തു. അമ്മ സംഘടനയിൽ അംഗത്വമെടുക്കുന്നതിനെക്കുറിച്ച് തീരുമാനമെടുത്തിട്ടില്ലെന്നും സംഘടന തീരുമാനിക്കട്ടെയെന്നും ദിലീപ് പറഞ്ഞു. കേസിൽ ഗൂഢാലോചന കുറ്റം തെളിയിക്കുവാൻ പ്രോസിക്യൂഷന് കഴിയാത്തതിന്റെ അടിസ്ഥാനത്തിലാണ് ദിലീപിനെ കോടതി വെറുതെ വിട്ടത്. ജഡ്ജി ഹണിയം വർഗീസാണ് കേസിൽ വിധി പറഞ്ഞത്. 6 പ്രതികൾ കുറ്റക്കാരാണെന്ന് കോടതി വിധിച്ചു. 1-ാം പ്രതി പൾസർ സുനി, 2-ാം പ്രതി മാർട്ടിൻ ആന്റണി, 3-ാം പ്രതി ബി മണികണ്ഠൻ,
4-ാം പ്രതി PP വിജീഷ്, 6-ാം പ്രതി H സലീം, 6-ാം പ്രതി പ്രദീപ് എന്നിവർ എല്ലാ വകുപ്പുകളിലും കുറ്റക്കാരാണെന്നും കോടതി വിധിച്ചു. ബാക്കി പ്രതികളെയെല്ലാം വെറുതെ വിട്ടു. ദിലീപിനെ വെറുതെ വിട്ട കോടതി വിധിക്കെതിരെ പ്രോസിക്യൂഷൻ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകും. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടെ വിധിന്യായം പരിശോധിച്ച ശേഷമാകും നടപടി. പ്രോസിക്യൂഷൻ തെളിവുകൾ നൽകുന്നതിൽ പരാജയപ്പെട്ടുവെന്നാണ് കോടതി നിരീക്ഷിച്ചത്. എന്നാൽ ഇതൊരു അന്തിമ വിധിയല്ല. വിചാരണ കോടതി വിധിയെ ചോദ്യം ചെയ്ത് പ്രോസിക്യൂഷൻ ഹൈക്കോടതിയെ സമീപിക്കും. അതേസമയം നടിയെ ആക്രമിച്ച കേസിൽ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെട്ടുവെന്നാണ് വിശ്വാസമെന്ന് നടനും സംവിധായകനുമായ രഞ്ജി പണിക്കർ പറഞ്ഞു. കോടതി വിധി വായിച്ചിട്ടില്ലെന്നും ദിലീപ് കുറ്റവാളിയല്ല എന്നാണ് കോടതി പറഞ്ഞതെന്നും രഞ്ജി പണിക്കർ പറഞ്ഞു. വിധി എതിരായാൽ ഒരു ഭാഗത്തുള്ളവർക്ക് ആക്ഷേപമുണ്ടാകുന്നത് സ്വാഭാവികമാണ്. തനിക്കെതിരെ ഗൂഢാലോചനയുണ്ട് എന്ന് ദിലീപ് പറയുന്നത് നിങ്ങളും കേട്ടതാണല്ലോ. കുറ്റവാളി അല്ലാതിരുന്നിട്ടും താൻ ശിക്ഷിക്കപ്പെട്ടു എന്ന തോന്നൽ ദിലീപിനുണ്ടായാൽ എന്താണ് തെറ്റ് എന്ന് രഞ്ജി പണിക്കർ മാധ്യമങ്ങളോട് ചോദിച്ചു. കോടതി ഉത്തരവ് ഞാൻ വായിച്ചിട്ടില്ല. കുറ്റവാളികൾ ശിക്ഷിക്കപ്പെട്ടു എന്നാണ് എൻ്റെ വിശ്വാസം. ദിലീപിനെ കുറിച്ച് കോടതി പറഞ്ഞിരിക്കുന്ന ആൾ കുറ്റവാളിയല്ല എന്നല്ലേ? അത് വലിയ ആക്ഷേപമാണ് പറയുന്നത്. ആർക്കാ ആക്ഷേപമുള്ളത്? സംഘടനകൾ വലിയ പ്രതിഷേധവുമായി രംഗത്ത് വരുന്നത്. ഏത് സംഘടനകളാ? WCCക്ക് പ്രതിഷേധം ഉണ്ടായിരിക്കും. നമ്മൾ ഏത് കേസിലും അതിൻ്റെ ഒരു ഭാഗത്തുള്ള ആളുകൾ അവർക്ക് അനുകൂലമായൊരു വിധി പ്രതീക്ഷിക്കും, മറുഭാഗത്തുള്ളവർ അവർക്ക് അനുകൂലമായൊരു വിധി പ്രതീക്ഷിക്കും. അപ്പോൾ പ്രതീക്ഷിക്കാത്തത് കിട്ടാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായിട്ടും പരിഭവവും പ്രതിഷേധവും ആക്ഷേപമൊക്കെ ഉണ്ടായിന്ന് വരും. ദിലീപ് പറഞ്ഞ കാര്യങ്ങളുടെ മറുപടി ദിലീപിനോട് ചോദിക്കണം. അല്ല സാറേ, ഈ മഞ്ജു വാര്യരുടെ പ്രസ്താവനയ്ക്ക് ശേഷമാണ് ഒരു ഗൂഢാലോചന തനിക്കെതിരെ നടന്നതെന്നാണ് ദിലീപ് പറയുന്നത്. അതിന് ഉത്തരം പറയേണ്ടത് ദിലീപോ മഞ്ജു വാര്യരോ ആണ്, രഞ്ജി പണിക്കരല്ല. അല്ല, ഗൂഢാലോചന തനിക്കെതിരെ നടന്നുവെന്ന് ദിലീപും പറയുന്നില്ലേ? നിങ്ങളത് കേട്ടില്ലേ? നിങ്ങൾ ഒരു ചെവിയിലൂടെ കേൾക്കുന്ന ആളുകളാണ്. അതെ, അതുകൊണ്ട് അതാ പറഞ്ഞത്, മഞ്ജു വാര്യർ പറഞ്ഞതിന്റെ ഉത്തരം മഞ്ജു വാര്യർ പറയണം. ദിലീപ് പറഞ്ഞതിന്റെ ഉത്തരം അതിന്റെ മറുപടികൾ ഉണ്ടെങ്കിൽ അത് ദിലീപ് പറയണം. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അല്ല, ശിക്ഷിക്കപ്പെട്ടതാരാ? അവരേത് സംഘത്തിൽപ്പെട്ട ആളുകളാ? അല്ല, ഗൂഢാലോചന ആരാണ് എന്ന് കോടതി പറഞ്ഞിട്ടില്ലേ? ഇതിന്റെ അകത്തൊരു കോൺസ്പിറസി എന്ന് പറയുന്നത് തെളിയിക്കപ്പെട്ടിട്ടുണ്ടോ? നിങ്ങൾ കോടതിയുടെ വിധി ശ്രദ്ധിച്ച ആളുകളല്ലേ? അല്ല, ഞാൻ കോടതി വിധി വായിച്ചോന്നല്ല ചോദിച്ചത്. കോടതിയുടെ ഈ കേസിലെ പ്രതികരണം എന്താണ്? കോൺസ്പിറസി തെളിയിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതല്ലേ കോടതി പറയുന്നത്? അതിനേക്കാൾ വലിയ ഇൻഫർമേഷൻ നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടോ? എനിക്കില്ല. ഈ നടിക്ക് പൂർണ്ണമായും നീതി കിട്ടി എന്നുള്ളതാണ്. ഞാൻ ഈ കേസിൽ കോടതിയുടെ നിലപാടാണ് ശരി എന്ന് വിശ്വസിക്കുന്ന ആളാണ്. ഇനി മേൽക്കോടതി ഇത് സംബന്ധിച്ച് വേറെ എന്തെങ്കിലും ഒരു നിലപാടിലേക്ക് എത്തുകയാണെങ്കിൽ അപ്പോഴതിനെക്കുറിച്ച് പരിശോധിക്കാൻ സംസാരിക്കാം. അല്ല, ഞാൻ ഇതിൻ്റെ മുഴുവൻ ഇഴകീറി പരിശോധിച്ച ഒരാളല്ലല്ലോ. നിങ്ങളെക്കാൾ കുറെക്കൂടെ താഴെ ഇതിനെ സംബന്ധിച്ച് വിവരമുള്ള ഒരാളാണ്. അപ്പോൾ ഇതിൽ കോടതി പറയുന്നതിനാണ് ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം വിശ്വാസ്യത. പ്രോസിക്യൂഷന് നിങ്ങളെന്താ കരുതുന്നത്? അല്ല, കുറ്റവാളികളെ അല്ലേ ശിക്ഷിച്ചത്? പുറത്തുനിന്ന് ആരെങ്കിലും ആണ്? ഇതിലെ ഈ സംഭവം സാറ് കാണണല്ലോ, കഴിഞ്ഞ 8 വർഷമായിട്ട് നമ്മൾ കേൾക്കുകയും ചെയ്യുന്നുണ്ടല്ലോ. ദിലീപ് വേട്ടയാടപ്പെട്ടു എന്നാണോ സാറിന് തോന്നുന്നത്? എന്താണ് സാറിന്റെ അഭിപ്രായം? ദിലീപിനെ സംബന്ധിച്ചിടത്തോളം അയാൾ വേട്ടയാടപ്പെട്ടു എന്നാണല്ലോ അയാളുടെ വികാരം. ഞാനിതിലൊരു കാഴ്ചക്കാരൻ മാത്രമാണ്, ഏതെങ്കിലും ഒരു പക്ഷത്തുള്ള ഒരാളല്ല. ദിലീപ് വേട്ടയാടപ്പെട്ടു എന്ന് അയാൾ കുറ്റവാളിയല്ല എന്ന് കോടതി പറയുമ്പോൾ അയാൾ കുറ്റവാളിയല്ലാതെ ശിക്ഷിക്കപ്പെട്ട ആളാണെന്നുള്ളൊരു വികാരം അയാൾക്കുണ്ടായാൽ അതിലെന്താ തെറ്റ്? സാറിന് എന്താ തോന്നുന്നു? സാർ സ്വാഭാവികമായിട്ട് സാറിന്റെ ഒരു വാക്കുകൾ പൊതുസമൂഹം ശ്രദ്ധിക്കുന്നതാണല്ലോ. അല്ല, എനിക്ക് തോന്നുന്നു, ഞാൻ പറഞ്ഞില്ലേ, കുറ്റവാളികൾ ശിക്ഷിക്കപ്പെട്ടു എന്ന് എനിക്ക് തോന്നുന്നു എന്നല്ലേ ഞാൻ ആദ്യം പറഞ്ഞത്. അതിൻ്റെ അത് എന്തെങ്കിലും ഒരു ദിലീപിന്റെ ഇന്റർവ്യൂ ഞാൻ വായിച്ചിട്ടില്ല. അല്ല, അയാൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത് അയാൾക്കെതിരെ പോലീസ് ഉദ്യോഗസ്ഥരടക്കമുള്ള ആളുകൾ കോൺസ്പിറസി നടത്തിയെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ രാജ്യത്ത് പോലീസ് ഉദ്യോഗസ്ഥർ കള്ളത്തെളിവുണ്ടാക്കിയ കേസുകൾ ഉണ്ടായിട്ടില്ലേ? അല്ല, ഞാൻ വിശ്വസിക്കുന്നതല്ല, ഞാൻ നിങ്ങളോട് തിരിച്ചു ചോദിക്കുക. ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയുടെ ചരിത്രത്തിൽ പോലീസ് സംവിധാനത്തിൻ്റെ വ്യവസ്ഥയിൽ ആളുകൾക്കെതിരെ കള്ളത്തെളിവ് പോലീസ് ഉണ്ടാക്കിയ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടില്ലേ? ഇതിലെ ഒരാൾക്ക് എനിക്കെതിരെ കള്ളത്തെളിവുണ്ടായി എന്ന്, അല്ലെങ്കിൽ എനിക്കെതിരെ തെളിവുണ്ടാക്കി എന്ന് തോന്നിയാൽ അത് അയാളുടെ അഭിപ്രായമാണ്.
ഞാനത് പരിശോധിക്കേണ്ട ഒരാളല്ലല്ലോ. ജുഡീഷ്യറി അടക്കം സംശയത്തിന് അല്ലെങ്കിൽ അവരെ അടക്കം ജുഡീഷ്യറി ആരാ സംശയിക്കുന്നത്? നിങ്ങളാണോ? മാധ്യമങ്ങൾ സംശയത്തിന് നേരില്ലല്ലേ ഈ കാര്യത്തിൽ? എന്തുകൊണ്ടല്ല? മാധ്യമങ്ങൾ കെട്ടിച്ചമച്ച എത്രയോ കഥകൾ കോടതികൾ പിൽക്കാലങ്ങളിൽ തള്ളിയിട്ടുണ്ട്. മാധ്യമങ്ങൾക്ക് ഈ കാര്യങ്ങളിൽ ഒരു അജണ്ട ഇല്ലയെന്ന് നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങൾ മാധ്യമങ്ങൾ മാത്രം പരിശുദ്ധരായ ആളുകളാണ്, നിങ്ങൾക്ക് ഒരു കേസിലും ഒരു അജണ്ടയും ഇല്ലയെന്ന് നിങ്ങൾ പറഞ്ഞാൽ ഏതെങ്കിലും രാജ്യത്തെ ബുദ്ധിയുള്ള ജനങ്ങൾ വിശ്വസിക്കുമോ? മാധ്യമങ്ങൾക്ക് അജണ്ടയുണ്ട്. നിങ്ങൾ കെട്ടിപ്പോക്കുന്ന ഒരു കഥയുണ്ട്, അതിനെ സാധൂകരിക്കാൻ നിങ്ങൾ എന്തും ചെയ്യും, ഇല്ലേ? താങ്കൾ പറഞ്ഞതനുസരിച്ച് ഈ ദിലീപിനെതിരായ ഞാൻ എന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞില്ലേ? ഈ ദിലീപിനെതിരായ ഗൂഢാലോചനയിൽ പങ്കെടുത്തു, അതിൽ പങ്കാളിയായി എന്നുള്ളതാണ്. അങ്ങനെ ഞാൻ പറഞ്ഞോ? അങ്ങനെയാണോ മനസ്സിലായി? അല്ല, അങ്ങനെ ആരെങ്കിലും കണ്ടെത്തിയിട്ടുണ്ടോ? നിങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടോ നടി ഇതിൻ്റെ അകത്തൊരു ഗൂഢാലോചന നടത്തിയെന്ന് നിങ്ങൾ എന്നോട് ചോദിക്കാൻ എന്ത് അടിസ്ഥാനത്തിലാണ് നിങ്ങൾ എന്നോട് ചോദിക്കുന്നത്? നടി ഗൂഢാലോചന നടത്തിയോന്ന് നിങ്ങൾ നടിയോട് ചോദിച്ചോ? അത് നിങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിക്കൂ. ആരെങ്കിലും സ്വാഭാവികമായിട്ടും അയാൾ കുറ്റവിമുക്തനാണെങ്കിൽ അയാളെ തിരിച്ചെടുക്കാനുള്ള ബാധ്യത സംഘടനകൾക്ക് അവരവരുടെ നിയമാവലി പ്രകാരം ഉണ്ടെങ്കിൽ തിരിച്ചെടുക്കേണ്ടി വരും. നിങ്ങൾക്കിതിലൊരു വലിയ നിരാശയുണ്ടല്ലേ? അല്ല, നിങ്ങൾ ഒരാളെ വിധിക്കുകയും അത് കോടതി വിധിയാകാതെ ഇരിക്കുകയും ചെയ്താൽ നിങ്ങൾക്കതിൽ വലിയ നിരാശയുണ്ടാവും. അതെല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല. ഞാൻ ആദ്യം പറഞ്ഞത് എന്താണ്? കുറ്റവാളികൾ, എനിക്ക് സംതൃപ്തി എന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടുകാരിയൊന്നും അല്ലല്ലോ. ഇതൊരു പൊതുവായ കാര്യമാണ്. ഇതിൽ കോടതി ഒരു നിലപാടെടുത്തു. ഇന്നുവരെയുള്ള അനുമാനങ്ങളെ അല്ലെങ്കിൽ വാർത്തകളെ അല്ലെങ്കിൽ അടിസ്ഥാനമില്ലാതെയും അങ്ങനെ ഉണ്ടായും പ്രചരിച്ച ഒരുപാട് കെട്ടുകഥകളെ കോടതി നിരാകരിച്ചു എന്ന് പറയുമ്പോൾ കോടതി കണ്ടെത്തുന്ന സത്യമാണ് സത്യം. നമ്മുടെ സംവിധാനത്തിൽ, നീതിന്യായ സംവിധാനത്തിൽ, ജുഡീഷ്യറിയുടെ സംവിധാനത്തിൽ കോടതി കണ്ടെത്തുന്ന സത്യമാണ് സത്യം. അതല്ലേ നിലനിൽക്കുന്നത്?